മലബാറിൽ തീയ സമുദായാംഗങ്ങളെ കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുന്നതിൽ SNDP യോഗം അതൃപ്തി രേഖപ്പെടുത്തി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ജയസാധ്യതയുള്ള ഒരു സീറ്റിൽ പോലും സമുദായാംഗങ്ങളെ പരിഗണിക്കാത്തത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാനാണ് യോഗം നേതൃത്വത്തിന്റെ തീരുമാനം. ജയസാധ്യത പ്രതീക്ഷിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി, നാദാപുരം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പരിഗണിക്കുന്നത് ഇതര സമുദായാംഗങ്ങളെയാണെന്ന് യോഗം നേതൃത്വം ആരോപിച്ചു. കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രി വരെ ആകാൻ യോഗ്യതയുള്ള മുൻ കേന്ദ്രമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മുല്ലപ്പള്ളി രാമചന്ദ്രന് സീറ്റ് നിഷേധിച്ചെന്ന സൂചനകളാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു വരാൻ ഇടയാക്കിയത്. രാഷ്ട്രീയ മുന്നണികൾ തുടരുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രചാരണം നടത്താൻ തീരുമാനിച്ചതായി SNDP യോഗം നേതൃത്വം അറിയിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഈഴവ തീയ സമുദായത്തെ എല്ലാ മുന്നണികളും അവഗണിക്കുന്നതിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക്, പൊതുവെ SNDP യോഗത്തിനും ശിവഗിരി മഠത്തിനും വലിയ തോതിലുള്ള അതൃപ്തിയുണ്ട്. അത് കാലങ്ങളായി നമ്മുടെ ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായി പറയാറുള്ളതാണ്. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ശിവഗിരി മഠത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള മഠാധിപതി, ധർമ്മസംഘത്തിൻ്റെ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ കേരളത്തിലെ മാധ്യമങ്ങളോട് അത് പങ്കുവെക്കുകയുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മുന്നണികൾ ഈഴവരാതി പിന്നോക്ക സമുദായങ്ങളെ അവഗണിക്കുകയാണ്. അവരുടെ വോട്ട് ബാങ്കിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള കേരളത്തിലെ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു പരിഗണന ഈ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് നിർണയത്തിൽ, സീറ്റ് നൽകുന്നതിലൊക്കെ ഇവർ പുലർത്തി കാണാറില്ല. പ്രത്യേകിച്ച് മലബാറിലേക്ക് വരുമ്പോൾ സ്ഥിതി കുറച്ചുകൂടി അപകടകരമാവുകയാണ്. നേരത്തെയൊക്കെ പേരിലെങ്കിലും ഇവിടുത്തെ മുന്നണികൾ തീയ സമുദായത്തിലെ പാർട്ടി അംഗങ്ങളെ പരിഗണിച്ചിരുന്നുവെങ്കിൽ സമീപകാലത്തായി അത് വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് UDFിൻ്റെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ, UDFിൻ്റെ ഭാഗത്തു നിന്ന് ഈ തീയ സമുദായത്തിന് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ്. എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അങ്ങനെയൊരു പരിഗണന ലഭിക്കുന്നേയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീയ സമുദായത്തിലെ അംഗങ്ങൾ, ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിൽ മലബാറിൽ തീയ സമുദായത്തിൽ നിന്നുണ്ട്. കെ സുധാകരനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകളെയൊന്നും പരിഗണിക്കാതെ സംഘടിത മതന്യൂനപക്ഷങ്ങളെയും സംഘടിത ജാതി സമൂഹങ്ങളെയും പരിഗണിച്ച് അവരെ അധികാരത്തിൽ കൊണ്ടുവരിക, ജനപ്രതിനിധികളാക്കുക എന്ന ഒരു സമീപനമാണ് ഈ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസ് പാർട്ടി UDFിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് മുതൽ കോഴിക്കോട് ജില്ല വരെയുള്ള സ്ഥലങ്ങളിൽ ജയസാധ്യതയുള്ള, കോൺഗ്രസ് ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന എല്ലാ മണ്ഡലങ്ങളിലും പരിഗണിക്കപ്പെടുന്നത് ആ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷ സമുദായങ്ങൾ ഈഴവരാണ്, തീയരാണെന്നിരിക്കെ മറ്റ് സമുദായത്തിലെ ജാതിയിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. പുറത്തു വരുന്ന വാർത്തകൾ അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ നാദാപുരം, കൊയിലാണ്ടി UDFിന് ഏതാണ്ട് ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് എന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ ഈ 2 മണ്ഡലത്തിലും, നാദാപുരത്തും കൊയിലാണ്ടിയിലും, കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുന്നത് ഈ മണ്ഡലവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന തീയ സമുദായത്തിൽ നിന്ന് പുറത്തുള്ള ആളുകളെയാണ് പരിഗണിക്കുന്നത് എന്നതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം. അങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയും UDFും ഈ ഒരു സമീപനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അത് ചിന്തിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ശ്രീനാരായണ പ്രസ്ഥാനം SNDP യോഗം നാദാപുരം മണ്ഡലത്തിൽ അതിശക്തമായ സ്വാധീനമുള്ള സംഘടനയാണ്. ഏതാണ്ട് 82 ശാഖകളാണ് നാദാപുരം നിയോജക മണ്ഡലത്തിൽ SNDP യോഗത്തിലുള്ളത്. ആ SNDP യോഗത്തിൻ്റെ ഒരു ശാഖയിൽ ഏതാണ്ട് ഏറ്റവും കുറഞ്ഞത് 200 മെമ്പർമാരുമാണ്. ഞങ്ങൾക്ക് 16,000-ലധികം അംഗസംഖ്യയുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് SNDP യോഗം നാദാപുരം നിയോജക മണ്ഡലത്തിൽ. ആ SNDP യോഗത്തിൻ്റെ കീഴിൽ വനിതാ സംഘങ്ങൾ 100 കണക്കായ മൈക്രോ ഫിനാൻസ് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്നു. യൂത്ത് മൂവ്മെൻറ്റും അതുപോലെ സംഘടനകളും പ്രവർത്തിക്കുന്നു. അപ്പോൾ തീയ സമുദായത്തെ അവഗണിച്ചുകൊണ്ടാണ് UDFും അതുപോലെ തന്നെ LDFും മുന്നോട്ട് പോകുന്നത് എങ്കിൽ SNDP യോഗത്തിൻ്റെ സംഘടനാ സംവിധാനത്തിന് മറിച്ചൊരു ചിന്ത നടത്തേണ്ടി വരും എന്നുള്ളത് ഞങ്ങളുടെ ഫോറങ്ങളിൽ, ഞങ്ങളുടെ കമ്മിറ്റികളിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്.
അതുകൊണ്ട് ആത്മഹത്യാപരമായ സമീപനങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇരു മുന്നണികളും സ്വീകരിക്കാതിരിക്കുന്നത് നല്ലതാണ്. കാലത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് മുന്നിലെടുക്കേണ്ടത്. ജാതികളെ പീഡിപ്പിക്കുകയും ജാതി സമൂഹത്തെ അവഗണിക്കുകയും ചെയ്യുന്ന സമീപനം അത് ഈ ജനവിഭാഗങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. കാലാകാലമായി തുടർന്നു വരുന്ന ന്യൂനപക്ഷ പീഡനവും അതുപോലെ തന്നെ മുന്നോക്ക സമുദായ പീഡനവും അതുമൂലം അസംതൃപ്തരായിട്ടുള്ള തീയ സമുദായത്തിലെ അംഗങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണം നടത്തണമെന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്ന വിഷയമാണ്. തീർച്ചയായിട്ടും ആ ജയസാധ്യതയെ ബാധിക്കുന്ന കാര്യം തർക്കമില്ലല്ലോ. കാരണം ജനങ്ങളുമായി ബന്ധമുള്ള മണ്ഡലത്തിലെ ജനങ്ങൾ അറിയുന്ന ജനങ്ങളുടെ വോട്ടുകൾ രാഷ്ട്രീയത്തിന് അതീതമായി ശേഖരിക്കാൻ കഴിയുന്ന ആളുകൾ ഇതേത് മണ്ഡലങ്ങളിൽ ഉണ്ടെന്നിരിക്കെ അവരെ മാറ്റി നിർത്തി പുറത്തു നിന്നുള്ള ഇറക്കുമതി ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നാൽ ഏത് മുന്നണിയായാലും ശരി അത് പരാജയത്തിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ വർത്തമാനകാലത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ്.